സ്നേഹമുള്ളവരെ, വാഴക്കുളം ഇടവയിൽ വന്നിരിക്കുന്നവർക്ക് കണ്ണാടി ഇടവപ്പള്ളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുക. നമുക്കറിയാം, വിവാഹത്തിന് സമ്മതത്തിനൊക്കെ 20 പേരാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് അത് മാറ്റിയിട്ടില്ല. എങ്കിലും നമ്മൾ ഈ ദേവാലയത്തിനുള്ളിൽ കുറച്ചുകൂടെ കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദേവാലയത്തിനകത്ത് നിൽക്കുന്നവർ കസേരകൾ ഇട്ടിരിക്കുന്നിടത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ചെറുപ്പക്കാരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തു നിന്നുള്ള മാതാപിതാക്കളും സഹായിക്കാനുള്ളവരും ഏറ്റവും ഫ്രണ്ടിലെ റോയിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ബന്ധുക്കൾ പുറകിലേക്ക് കസേരകളിലേക്ക് ഇറങ്ങി നിൽക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ ഫോട്ടോ എടുക്കുന്നവർ സുവിശേഷ വായന അതിനുശേഷം സന്ദേശം നൽകുന്ന സമയത്ത് നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എടുക്കാനുള്ളത് അതിന് മുമ്പ് നിങ്ങൾ എടുക്കണം. കാരണം സന്ദേശം പറയുമ്പോൾ ഇരിക്കുന്ന ഒരു സന്ദേശം കേൾക്കണം. നിങ്ങളപ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതുകൊണ്ട് അതിനോട് നിങ്ങളും സഹകരിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന വിവാഹം എന്ന കൂദാശ നമ്മൾ പരികർമ്മം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ പങ്കുകൊള്ളാനായിട്ട് സാധിക്കട്ടെ. വിവാഹ കൂദാശ കഴിയുമ്പോൾ നമ്മൾ കെട്ട് കഴിഞ്ഞു എന്ന ചിന്തയോടെ വർത്താനം പറയാനായിട്ട് തുടങ്ങരുത്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പുറകിൽ വർത്താനൊക്കെ ആകാൻ പാടില്ല. വിവാഹം എന്ന കൂദാശ കഴിഞ്ഞാൽ വിവാഹത്തോട് ചേർന്ന് തന്നെ വിശുദ്ധ കുർബാന എന്ന കൂദാശ തുടരുകയും അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ പങ്കുകൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ നമ്മൾ കസേരകളിലേക്ക് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഭക്തിയോടെ നമുക്ക് വിശുദ്ധ കുർബാന പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധമാവിൻ സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വാഗ്ദത്ത ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനും ഈ ദാസരെ അങ്ങ് വിളിച്ചുള്ള സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഭാവായ പുത്രനും വിഷയമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷണമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തൂളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവന്റെ ഓരോ ദിവസവും കർത്താവ് സേനകളിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നിങ്ങളുടെ രക്ഷകനോടാട്ടിയ സഭയെ സന്തോഷിക്കാൻ നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകപ്പെടുന്നതിനാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് മുറിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ ലഭിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയും എന്ന് അരുളിച്ചത് മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവ്വാധിപനാം കർത്താവേ, നിൻ
സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ പ്രിയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതലേക്കും ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ പ്രിയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ബാവായ്ക്കും പുത്രനും റൂഹാദ ഖുദ്ദൂസായ്ക്കും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സർവ്വജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്ത്രീനായ പരിപാലകനും സകല നന്മകളെയും സൗഭാഗ്യങ്ങളെയും മറുപടമായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, പത്രോസ് ലേഖ എഴുതിയ ഒന്നാം ലേഖനം. കർത്താവേ, മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ
ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും, ഒരു ഭീഷണിയും കാര്യമാകേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോരാശയമേ മനതാൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവേ തിരുമുൻപിൽ കീർത്തനമരുവാൻ ഞാനൊരുക്കിയിടട്ടെ. ഏറ്റമരുക്കളും പൂരിത കവിയും പൂരിത പോലെ നാർക്കോ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ എടുത്തുകൊണ്ടില്ലെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്ത് വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണ് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായി എത്രയും സ്നേഹിക്കപ്പെടുന്ന ഷാഫി ആശ ഇന്ന് വിവാഹമെന്ന ഉദാശയിലൂടെ നിങ്ങൾ തിരുസഭയിലെ ഒരു പുതിയ കുടുംബമായി തീരുവാനായിട്ട് പോകുകയാണ്. നിങ്ങൾക്ക് 2 പേർക്ക് ഇതിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. വിവാഹമെന്ന ഉദാശയെക്കുറിച്ച്
ചില ചിതറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി, ഇപ്പം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മറുപടി പെട്ടെന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് നോക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൊടുത്തിട്ടുണ്ട് എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വളരെയധികം സന്തോഷമുള്ള ദൈവം വീണ്ടും അതിനെക്കുറിച്ച് രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോൾ അവനൊരു കുറവ് കണ്ടെത്തി. ആ ഒരു കുറവെന്ന് പറയുന്നത് അവൻ ഏകനാണ് എന്നുള്ളതാണ്. ആ ഏകാന്തത മാറ്റുവാനായിട്ട് അവനൊരു സഖിയെ അല്ലെങ്കിൽ തുണയെ ദൈവം നൽകുകയാണ്. വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? ഏകാന്തത മാറ്റുവാനാണ്, ഒരു തുണയുണ്ടാകുവാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷാഫിനുള്ള തുണ പോലെ തന്നെ ആശ്രയിച്ചുള്ള തുണയാണ് ഷാഫിനും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തുണയാണ്. ഇത്ര നാളും ഒരു റൂമിൽ ഒരു കട്ടിലേക്ക് കിടന്നിരുന്ന ആള് ആ കട്ടിലേക്ക് വേറൊരാളോട് വരുമോ? ഇത് കട്ടിലിൽ മാത്രം അല്ലെങ്കിൽ റൂമിൽ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല ഈ തുണയെന്ന് പറയുന്നത്. സന്തോഷങ്ങൾ പങ്കുവെക്കണം, സങ്കടങ്ങൾ പങ്കുവെക്കണം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക പരാതികൾ, ഇതെല്ലാം നിങ്ങൾ പരസ്പരം പങ്കുവെക്കുവാനായിട്ടാണ് ഈ ഒരു വിവാഹം എന്ന കൂതാശയിലൂടെ നിങ്ങൾക്ക് പരസ്പരം കഴിയേണ്ടത്. ഇനി തുടക്കത്തിൽ തന്നെ സത്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ഈ വിവാഹം എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. പുറകിലിരിക്കുന്ന ദമ്പതിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയും, നല്ല ബുദ്ധിമുട്ടുള്ള, നല്ല വിഷമമുള്ള പരിപാടിയാണ്. ഷാഫിൻ്റെ ഇഷ്ടം ആശയുടെ ഇഷ്ടമായിട്ട് പറഞ്ഞ ആശയുടെ ഇഷ്ടം ഷാഫിൻ്റെ ഇഷ്ടമായിട്ട് മാറും. അത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ ഒന്നും ഇത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല. ക്ഷമയോടുകൂടി പരസ്പരം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ ഇവിടെ ബൈബിൾ സുവിശേഷം തൊട്ടുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം ചെയ്യും. ഇന്ന് മുതൽ മരണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സത്യവാചകം നിങ്ങൾ ഏറ്റുചൊല്ലും. ഈ ഒരു സത്യവാചകം നിങ്ങൾ ചെല്ലുന്നത് 3 തലത്തിലാണ്. ഒന്ന്, ദൈവത്തിന് മുമ്പിൽ വിശുദ്ധ കുർബാനയിലെ ദൈവത്തോട് നിങ്ങൾ പറയുക, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഏത് സാഹചര്യം വന്നാലും ഞങ്ങൾ മുന്നോട്ട് പൊക്കോളാം എന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്യുക ദൈവത്തിന് മുമ്പിൽ വെച്ച്. രണ്ടാമതായിട്ടുള്ള ഈ തലമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ തിരുസഭയാണ്. ഈ തിരുസഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് വിവാഹം ചെയ്ത് വിവാഹത്തിൻ്റെതായ കൂദാശയിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാരും തിരുസഭയിലുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയുക ഞങ്ങൾ പരസ്പരം ഇത് പാലിച്ചു കൊള്ളാമെന്ന്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണ്. ഷാഫിൻ ആശയോടും ആശ ഷാഫിനോടും ആത്മാർത്ഥമായിട്ട് പറയും, ഇനിയുള്ള സാഹചര്യത്തിൽ പരസ്പരം സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലുമെല്ലാം ഒരുമിച്ച് നിന്നുകൊള്ളാം, ഇത് പങ്കുവെച്ചു കൊള്ളാമെന്ന് പരസ്പരം നിങ്ങൾ വാഗ്ദാനം ചെയ്യും. ഈ വാഗ്ദാനം നല്ല രീതിയിൽ നിറവേറ്റുവാനായിട്ട് പരിശ്രമിക്കുക. എനിക്ക് നിങ്ങളോട് ചെറിയൊരു ഉപദേശം നൽകുവാനുണ്ട്. ഈ ഉപദേശം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, കാനായിലെ കല്യാണം. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് കാരണമായിത്തീരുന്നത്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കയറി നിങ്ങളുടെ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളിവിടെ വിവാഹം എന്ന് പറയുന്ന കൂദാശ ഈ ഒരു കല്യാണത്തോട് ഈ കുർബാനയോടുകൂടി അവസാനിക്കുന്നതല്ല. ഇന്ന് തുടങ്ങി നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ മരണത്തോടുകൂടി മാത്രമേ ഈ കൂദാശ അവസാനിക്കുകയുള്ളൂ. ഈ കൂദാശ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് വിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്, കുമ്പസാര ഒരു കൂദാശയാണ്, മാമോദിസ ഒരു കൂദാശയാണ്. അതേപോലെ ഒരു കൂദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കൂദാശകളും തുടങ്ങിയാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഏറ്റവും കൂടി വന്നാൽ അതിനുള്ളിൽ
തീരുമെന്ന് നമുക്ക് പറയാം. എന്നാൽ വിവാഹമെന്ന് പറയുന്ന കൂദാശ ഇന്ന് ഇവിടെ നിങ്ങൾ തുടങ്ങി നിങ്ങളിൽ ഒരാളുടെ മരണത്തോടു കൂടി മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. കൂദാശകൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രസാദവരങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നല്ല മനസ്സുണ്ടായിരിക്കണം, ശുദ്ധിയുള്ള മനസ്സുണ്ടായിരിക്കണം, പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിന് ദൈവകൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മുറിയിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക. പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും സഹായിക്കും. കാനായിലെ കല്യാണവേളയിൽ പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് മാധ്യസ്ഥം അപേക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിക്കും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി എനിക്ക് ആശയുടെ വീട്ടുകാരോട് തരാനുള്ള ഒരു ഉറപ്പാണ്. കാരണം ഒരു പെൺകുട്ടിയെ ഒരു പുതിയൊരു വീട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ ഒരാശങ്കയുണ്ട്. എങ്ങനെയായിത്തീരും എൻ്റെ മകളുടെ ജീവിതം? തിരഞ്ഞെടുത്തിരിക്കുന്ന വരൻ നല്ല രീതിയിൽ അവളെ കാത്തുപരിപാലിക്കുമോ? പല ആശങ്കകൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെ പല ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ചിന്തയിലൂടെ കടന്നു പോകണം. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു ഫാമിലിയാണിത്. ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു ഫാമിലിയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെയധികം കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ്. ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിട്ടുപോകാതെ പിടിച്ചു നിൽക്കുവാനായിട്ട്, കൊണ്ടുപോകുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഇവരുടെ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത അതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകളെ നല്ല രീതിയിൽ ഈ കുടുംബത്തോടൊപ്പം പിടിച്ചു നിർത്തും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാനായിട്ട് പറ്റും ഈ കുടുംബത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ട് അപ്പനും അമ്മയും സന്തോഷത്തോടുകൂടി ഇന്ന് മകളെ വീട്ടിൽ കയറ്റിച്ച് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പോവുക. ഇനി അച്ഛനും എനിക്കുമായിട്ട് നിങ്ങളോട് ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ, മക്കളുണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ നോർമൽ നമ്മുടെ രീതി അനുസരിച്ച് മാമോദീസ, ആദ്യത്തെ കൊച്ചിനെ മാമോദിസയാണ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച്, രണ്ടാമത്തെ കൊച്ചിനെ മാമോദീസ വരുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ വെച്ച് എന്നൊരു രീതിയിലാണ് നോർമലി മിക്കവാറും പോകുന്നത്. എന്നാൽ ആദ്യത്തെ രണ്ടിനും ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മൂന്നാമത്തതിനും നാലാമത്തതിനും ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടുണ്ടാകും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എവിടെയായാലും 3, 4 തീർച്ചയായിട്ടും 3, 4 ഞങ്ങൾ രണ്ടുപേരും എവിടെയായാലും ജീവനോടെ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ എത്തും. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഇന്ന് വിവാഹം നടത്തി തരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ട ഒരു സമ്മാനം എന്ന് പറയുന്നത് അതാണ്. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ പറയാനില്ല. ഈ ഒരു വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്ന് നിങ്ങൾ പരസ്പരം വിവാഹ വാഗ്ദാനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടെ വിവാഹ കൂദാശ വഴിവിനെതിരാകുന്നവർക്ക് വേണ്ടി കർത്താവേ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസത്തോടും ചാരിത്ര ശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യം വരും വധൂവരന്മാർ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരായി ജീവിക്കുവാൻ സമാധാന അനുഗ്രഹത്തിന്റെ മാലാകേക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, മധുരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്ത നിത്യകിരീടം നേടുന്നവരെ അർഹരാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷനും ജീവിതസത്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. ഭവായും പുത്രനും പ്രഭാത കുതിശയുമായി സർവീശ്വര എന്നേക്കും. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവരികൾ നയിച്ചല്ലോ. ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്റെ രതിക്ക സ്വയമേകം കുരിശിൽ പാവനപരിയായി. ഇരുഭാഗത്തുനിന്നുള്ള സാക്ഷികൾ, വരൻ്റെ ഭാഗത്തുനിന്നാർ, വരൻ്റെ ഭാഗത്ത് വിവാഹ ഉടമ്പടി രണ്ടുപേരും ചോദിക്കുന്ന വിധത്തിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഉറക്കം മറുപടി പറയുകയും ഷാഫിൻ എന്ന് വിളിക്കപ്പെടുന്ന ഔസേഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആശ എന്ന് വിളിക്കപ്പെടുന്ന അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഔസേഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകര ചേർത്ത് പിടിക്കും. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സ്നേഹത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസ സ്നേഹത്തിനും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലിതയാപുറം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി താലിയാധീര്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാൻ നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്നതിനും മോതിരങ്ങൾ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വരവസ്തുക്ക മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാര്യങ്ങളെ കർത്താവേ, ഈ മന്ത്രം കൂടി ആശ്രയിക്കണമേ.
പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗത്തത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മൗത്തത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്ക നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. പിതാവും കന്യാപികയും കോമൽ സുതര ഈശോയും സൗഭാഗ്യമേക മണ്ണിനെ നിന്നോട് ചേർക്ക നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലവലിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പ്രതിഷ്ഠയുടെ വരങ്ങളാൽ അവർ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗം നയിക്കുന്നതിനോട് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദീസ സ്വീകരിക്കുകയും ജീവനത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. സ്നേഹമുള്ളവരെ, നവദമ്പതിമാരായിരിക്കുന്ന ഷാഫിനും അഷയ്ക്കും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ആഷയെ ഈ ഇടവകയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് വിശുദ്ധ കുർബാനയാണ്. ഭക്തിയോടുകൂടെ കുർബാനയെ പങ്കുകൊള്ളാനായിട്ട് നിത്യം
വചനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോ തീരാ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പതിനാരീസുമാരും ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും
നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തോരോട്ടും എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വലുതും സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശക്തനാക്കട്ടെ, ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അമ്മയ്ക്ക് ഞങ്ങൾക്കുള്ളതിനു വേണ്ടി അവ സമർപ്പിക്കുന്നതിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. നമ്മുടെ മേൽ വർഷിച്ച് സമൃദ്ധമാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാൽ ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായി നിന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്ത് യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞത ആരാധനയും സമർപ്പിപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുകളിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. എല്ലാ സൃഷ്ടികളെന്നും പുകഴ്ചയും അറിയുന്നതോട് നാലും ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും നിലവോട് സൃഷ്ടിക്കും മനുഷ്യവംശത്തോടും അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സുഖവാസനായിരങ്ങളും മലക്കുമാരുടെ പതിനായിരങ്ങളും മഹമ്മദനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാർ അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങളും വീടും നാമം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അരുവികളുമായ ക്രോവ്യന്മാരോടും സ്നാപ്യന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നാഴ്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങളെ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. വല്ലവരവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതരോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവായി വീണ്ടും വരുവോൻ തന്നെ. ഉന്നത വീതിയിലോശാന, സ്വകീകരണങ്ങളോട് അംഗീകങ്ങൾ കൃതജ്ഞ സമർപ്പണയുടെ പ്രയുക്തം ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകിലുമായി ദാസനോടുത്തെ നാമത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. ചുരുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിന് കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജോലികളെ പങ്കുകാരാക്കുവാൻ നീ നിങ്ങളെ മനസ്സ് സംസ്കരിക്കുകയും നിത്യം പരിശുദ്ധൻ. ആത്മജനം ദിവ്യരോഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോ തീരാ ഈ ബലി
രക്തസാക്ഷികളെ സൽക്കർമ്മികളെ നമ്മുടെ കൂടെ വരവാനാ കർത്താവിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു എല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി പ്രീതത്തെ മോദാൻ നിത്യം മാറ്റിയിടാം. സർവശക്തൻ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനുമുള്ള ആദിസാധനം യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്തുവഴി എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സംസ്കരിക്കപ്പെടുകയും എണ്ണപ്പെടുന്നതുപോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സമുദ്രയിലെ പിതാവിന്റെ വലതുഭാഗത്തേക്കും മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും പ്രവാദിക്കുന്നു. പിതാവിന് പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ എളുപ്പം നിരാശങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിലെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പതിനാരീസുമാരും ആർച്ച് മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാരും പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിലുള്ളവരുടെ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വരുന്ന സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകത്തിന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാൽ ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും
ഉറച്ച വിശ്വാസത്തോടുകൂടി പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞത ആരാധനയും സമർപ്പിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തിലും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുകളിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും വൈവിധ്യജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. സ്നേഹമതും സഹവാസവുമീ നമ്മോടും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. നിത്യം ആരാധന രാജാവേ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവം ഇന്നു ബലിയർപ്പിപ്പൂ. എല്ലാ സൃഷ്ടികളെന്നും പുകഴ്ചയും അറിയുന്നതോട് നാലും ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും ഒരുപാട് സൃഷ്ടിക്കും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സുഖവാസനായിരങ്ങളും മലക്കുമാരുടെ 10,000 മുഹമ്മദനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാർ അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അരുവികളുമായ ക്രോവ്യന്മാരോടും സ്നാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നാടിച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവിനും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിന്നും നിറയുന്നു. വല്ലവരവരുടെ
ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസനോടുത്തെ നാമത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. ചുരുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മുമ്പിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജോലി ഞങ്ങളെ പങ്കുകാരാക്കുക. നീ ഞങ്ങളെ മനസ്സുമാസ്വരിക്കുകയും നമ്മുടെ കർത്താവേശുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദിശയുടെ സഹവാസം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. ഭരതാവുന്ന ശരണത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലാങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, യുവതികളുടെ ശരീരങ്ങളുടെ ഉയർപ്പനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ നമ്മളെ യോഗ്യരും ഞങ്ങളെല്ലാവരും ചെയ്യും അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്കാര്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നല്ലവനായ ദൈവമേ, കൃപാവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തെ വീഴാനിടയാവരുത്. ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രീതിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജയിപ്പിക്കുന്ന കൃപാവരോടത്തെ കാരുണ്യത്തിലുള്ളവരെല്ലാവരിലും സമ്പൂർണ്ണമാക്കി. സഹോദരരെ, സുഖരാത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാർമേൽ അങ്ങയുടെ കാരണത്തിന് വലങ്കൈ നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിവരെ കാത്തുകൊള്ളണമേ. അപരാധത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭീതിമായ ഐക്യത്തിന് വരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നായകനായ മാർ യോസേഫിന്റെയും ബാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അന്ധമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവനായ ദൈവം വാഴ്ത്തപ്പെടുവനാകട്ടെ. വിവാഹമെന്ന കുദാശയും നമ്മളമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. നിശ്ചയങ്ങളും റൂഹാകുരിശയുടെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളോട് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരെ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
beautiful bride Asha and ever handsome groom Shafi onto the stage. സോ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കണിയാന്തര കുടുംബത്തിൽ അപ്പച്ചൻ്റെയും കുഞ്ഞമ്മയുടെയും മകനായ ഷാഫി കാനഡയിൽ ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ കരിത്തരത്തിൽ കുടുംബത്തിൽ മാത്യുവിൻ്റെയും രജിതയുടെയും മകളായ ആശ ഡിഗ്രി ഹോൾഡറാണ്. ബട്ട് ആക്ച്വലി ദിസ് സ്റ്റേജ് ഈസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് without your family. The reason behind what you have today and what you are today. So let us invite your parents and siblings to share the space on this stage. വധുവിൻ്റെയും വരൻ്റെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ വെളിച്ചവുമാകട്ടെ. ഇതിന്റെ പ്രതീകമായ തിരി തെളിയിക്കാനായി വരനെയും വധുവിനെയും അവരുടെ മാതാപിതാക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു. Dear Shafi and Asha, together as you light this candle of love, may its light shine bright upon your path and may its heat keep you warm through all the days in your life and beyond. May your union be forever blessed.